Hello dears, in this section we are going to discuss about the second endogenetic process, faulting or fault. What is meant by a fault? A fault is a fracture in the crustal plane wherein the rocks are displaced along a plane called fault plane. Or a fault is a fracture or zone of fractures between two blocks of rocks. Or when the crustal rocks are displaced due to tensional forces or movement caused by the endogenetic forces along a plane, the resultant structure is called a fault. എന്താണ് ഒരു ഫോൾട്ട്? ഫോഴ്സസ് ഓഫ് ടെൻഷൻ്റെ ഫലമായിട്ട് റോക്ക് സ്ട്രക്ചേഴ്സിന് അല്ലെങ്കിൽ ക്രസ്റ്റൽ റോക്സിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവുന്ന ഫീച്ചറിനെയാണ് ഫോൾട്ട് എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് എ ഫ്രാക്ചർ ഓർ എ സോൺ ഓഫ് ഫ്രാക്ചർ ബിറ്റ്വീൻ ടു ബ്ലോക്സ് ഓഫ് റോക്സ്. രണ്ട് റോക്ക് ബ്ലോക്സ് എടുക്കുമ്പോൾ അത് തമ്മിലുണ്ടാകുന്ന ഫ്രാക്ചറിനെയോ അതല്ലാന്നുണ്ടെങ്കിൽ സോൺ ഓഫ് ഫ്രാക്ചറിനെയാണ് ഫോൾട്ട് എന്ന് പറയുന്നത്. ഈ സോൺ ഓഫ് ഫ്രാക്ചർ അല്ലെങ്കിൽ ഈ ഫ്രാക്ചർ ഉണ്ടാവുന്നത് ക്രസ്റ്റൽ റോക്സിന് ഫോഴ്സസ് ഓഫ് ടെൻഷൻ്റെ ഫലമായിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു അനക്കം സംഭവിക്കുമ്പോഴാണ്. If the force of tension is acting very lightly, it may cause the creation of cracks. If it is acting more, it may cause formation of shears or fractures. If both the forces of compression as well as tension is acting, it may result in faulting or fault. ഫോഴ്സസ് ഓഫ് ടെൻഷൻ വളരെ ലൈറ്റായിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതുണ്ടാക്കുന്നത് ക്രാക്സും, അതുപോലെ കുറച്ചുകൂടി ഇൻറ്റൻസ് ആണെങ്കിൽ ഷിയർ സോണോ അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രാക്ചേഴ്സ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഇനി ഫോഴ്സസ് ഓഫ് ടെൻഷനും ഫോഴ്സസ് ഓഫ് കംപ്രഷൻ എന്ന് പറയുമ്പോൾ ടുവേഴ്സ് ഈച്ച് അതർ ആൻഡ് ഫോഴ്സസ് ഓഫ് ടെൻഷൻ ഈസ് ഒപ്പോസിറ്റ് ഡയറക്ഷൻ. ഇത് രണ്ടും ശക്തമായിട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നതാണ് ഫോൾട്ടിങ്. ഫിഗറിൽ കാണാൻ സാധിക്കും. ആദ്യം രണ്ട് റോക്ക് ബ്ലോക്സ് കാണാൻ സാധിക്കും. അത് തമ്മിൽ ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ട്. ക്രാക്ക് ആണെങ്കിൽ മുകൾ ഭാഗത്തും കുറച്ച് ഭാഗത്തേ കാണുള്ളൂ, അറ്റം വരെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോഴ്സസ് ഓഫ് കംപ്രഷൻ്റെയും ആസ് വെൽ എസ് ഫോഴ്സസ് ഓഫ് ടെൻഷനും ബോത്ത് ആക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഫോൾട്ടിങ് നടക്കുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെയാണ് ഇങ്ങനെ റോക്ക് ബ്ലോക്സ് ഫോഴ്സസ് ഓഫ് ടെൻഷനാണ് പ്രധാനമായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഒപ്പം തന്നെ കുറച്ച് രീതിയിൽ കംപ്രഷനും ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഡിസ്പ്ലേസ് ചെയ്ത് തെന്നി മാറുന്ന ഈ പ്രോസസ്സിനെയാണ് ഫോൾട്ടിങ് എന്ന് വിളിക്കുന്നത്. Like we said, the fault mountains are the result of forces of compression. Block mountains are the result of forces of tension. Let us see how the block mountains are formed. When the forces of tension acting very intensely, the rock layer tend to create cracks on it, and then when the forces of compression and tension act, it may result in the formation of fault. ഫോഴ്സസ് ഓഫ് ടെൻഷൻ വളരെ ശക്തമായിട്ടൊരു റോക്ക് ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് അതിലാദ്യം ക്രാക്സ് ഉണ്ടാവുകയും പിന്നീട് വീണ്ടും ഫോഴ്സസ് ഓഫ് ടെൻഷനും കംപ്രഷനും ശക്തമായിട്ട് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു റോക്ക് ബ്ലോക്ക് ഡിസ്പ്ലേസ് ചെയ്ത് താഴോട്ടോ മുകളിലോട്ടോ സൈഡിലോട്ടോ ഒക്കെ മാറിപ്പോകുന്നു. അങ്ങനെ ഫോൾട്ട് ഉണ്ടാകുന്നു. വേൾഡിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബ്ലോക്ക് മൗണ്ടൻസിൻ്റെ എക്സാമ്പിൾ യൂറോപ്പിലെ ഓസ്ഗസ്, അതുപോലെ ഇന്ത്യയിലെ മാർബിൾ റോക്ക് സെറ്റ് ജബൽപൂർ. ഈ ഫോൾട്ട് പ്ലെയിനാണ് ഈ കാണുന്നത്. ഇത്രയും ഭാഗത്തൊരു ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ സാധിക്കും. ഫോൾട്ടിങ് സംഭവിച്ച രണ്ട് റോക്ക് ബ്ലോക്സ് ആണ്. ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ സാധിക്കും. ഇതൊക്കെ ഫോൾട്ടിങ് സംഭവിച്ച ഫോൾട്ട് പ്ലെയിൻസ് ആണ് കേട്ടോ. ഇവിടെയൊക്കെ ഡിസ്പ്ലേസ്മെൻറ്റ്സ് കാണാൻ സാധിക്കും. Then what are the parts of a fault? The main parts include fault plane, fault dip, upthrown side, downthrown side, hanging wall, foot wall, fault scrap. Fault plane, the plane along which
the rock blocks are displaced by the tensional and compressional forces acting vertically and horizontally to form a fault is called fault plane. A fault plane may be vertical, inclined, horizontal, curved or other form. ഫോൾട്ട് പ്ലെയിൻ. എന്താണ് ഒരു ഫോൾട്ട് പ്ലെയിൻ? രണ്ട് റോക്ക് ബ്ലോക്സിന് ഫോഴ്സസ് ഓഫ് കംപ്രഷൻ്റെയും ടെൻഷൻ്റെയും ഫലമായിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുമെന്ന് അറിയാം. ഇങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നപ്പോൾ അത് തെന്നി നീങ്ങുന്ന ഒരു പ്രതലം കാണും. ഇപ്പോൾ ഈ ഒരു പിക്ചർ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതാണ് രണ്ട് റോക്ക് ബ്ലോക്സ്. ഈ റോക്ക് ബ്ലോക്സ് ഈ ഒരു ഭാഗത്തു നിന്നാണ് തെന്നി നീങ്ങിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഏത് പ്ലെയിനിൽ കൂടെയാണോ ഒരു റോക്ക് ബ്ലോക്ക് ടെൻഷൻ്റെയും കംപ്രഷൻ്റെയും ഫലമായിട്ട് തെന്നി നീങ്ങുന്നത്, ആ ഒരു പ്രതലത്തെ, ആ ഒരു പ്ലെയിനിനെ വിളിക്കുന്ന പേരാണ് ഫോൾട്ട് പ്ലെയിൻ എന്നത്. ഈ ഫോൾട്ട് പ്ലെയിൻ എപ്പോഴും വെർട്ടിക്കലായിട്ട് തന്നെ കാണണം എന്നൊന്നുമില്ല. അത് ചിലപ്പോൾ ഇൻക്ലൈൻഡ് ആയിരിക്കാം കാണുന്നത്, ചിലപ്പോൾ അത് ഹൊറിസോണ്ടൽ ആയിരിക്കാം, ചിലപ്പോൾ അത് കർവ്ഡ് ആയിരിക്കാം, ചിലപ്പോൾ മറ്റൊരു ഫോമിലായിരിക്കാം. ഇപ്പോൾ തന്നിരിക്കുന്ന ഫിഗർ നമുക്കൊരു ഇൻക്ലൈൻഡ് ആയിട്ടാണ് ആ ഫോൾട്ട് പ്ലെയിൻ കാണാൻ സാധിക്കുന്നത്. Fault dip. The angle created between a fault plane and a horizontal plane is called a dip or fault dip. ഒരു ഫോൾട്ട് പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളിനെയാണ് ഫോൾട്ട് ഡിപ്പ് എന്ന് പറയുന്നത്. ഈ ഫോൾട്ട് ഡിപ്പായാലും സ്ട്രൈക്ക് ആയാലും നമുക്ക് ഫോൾട്ടിങ്ങിലും കാണാൻ പറ്റുന്ന പാർട്സ് ആണ് ഡിപ്പും സ്ട്രൈക്കും. Upthrown side and downthrown side. Upthrown side, it represents the uppermost block of a fault. The downthrown side, it represents the lowermost block of a fault. Upthrown side, downthrown side. ഒരു ഫോൾട്ടിന്റെ അപ്പർമോസ്റ്റ് മുകളിൽ കാണപ്പെടുന്ന റോക്ക് ബ്ലോക്കിനെ അപ്ത്രോൺ സൈഡ് എന്നും താഴെ കാണപ്പെടുന്ന റോക്ക് ബ്ലോക്കിനെ ഡൗൺ ത്രോൺ സൈഡ് എന്നും വിളിക്കുന്നു. ഹാങ്ങിങ് വാൾ ആൻഡ് ഫുഡ് വാൾ. നേരത്തെ പറഞ്ഞ അപ് ത്രോൺ സൈഡ് ആൻഡ് ഡൗൺ ത്രോൺ സൈഡുമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടേമാണ് ഹാങ്ങിങ് വാളും ഫുഡ് വാളും. അപ് ത്രോൺ സൈഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു ഫോൾട്ടിങ് സംഭവിച്ചിട്ടോ ബ്ലോക്ക് എടുക്കുമ്പോൾ മുകളിൽ നിൽക്കുന്നതിനെ നമ്മൾ അപ് ത്രോൺ സൈഡ് എന്നും താഴെ കാണുന്നതിനെ നമ്മൾ ഡൗൺ ത്രോൺ സൈഡ് എന്നും വിളിക്കും. പക്ഷെ എന്താണ് ഹാങ്ങിങ് വാൾ ആൻഡ് ഫുഡ് വാൾ? ഹാങ്ങിങ് വാൾ ഈസ് ദ അപ്പർ വാൾ ഓഫ് എ ഫോൾട്ട്. ഒരു റോക്ക് ബ്ലോക്ക് എടുക്കുമ്പോൾ അതിൻ്റെ അപ്പർ വാളിനെയാണ് ഫോൾട്ട് എന്ന് പറയുന്നത്. അതെപ്പോഴും മുകളിൽ തന്നെ കാണണമെന്നില്ല. ഇപ്പം നോർമൽ ഫോൾട്ടിൽ ഹാങ്ങിങ് വാൾ എപ്പോഴും താഴെയായിരിക്കും കാണപ്പെടുന്നത്. അതേസമയം റിവേഴ്സ് ഫോൾട്ടിലാണെങ്കിലോ ഹാങ്ങിങ് വാൾ മുകളിലായിരിക്കും കാണപ്പെടുന്നത്. സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ടിലാണെങ്കിൽ ഹാങ്ങിങ് വാളും ഫുഡ് വാളും ഏതാണ്ട് ഒരേ ഡയറക്ഷനിലായിരിക്കും കാണപ്പെടുന്നത്. ഈ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന നോർമൽ ഫോൾട്ടിൽ അപ് ത്രോൺ സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഫുഡ് ഹീലായിരിക്കും പറയുന്നത്. ഡൗൺ ത്രോൺ സൈഡ് എന്ന് പറയുന്നത് ഹാങ്ങിങ് വാളും ആയിരിക്കും. റിവേഴ്സ് ഫോൾട്ടിലാണെങ്കിലോ അപ് ത്രോൺ സൈഡ് നമ്മൾ പറയുന്നത് ഹാങ്ങിങ് വാളിനെയും റിവേഴ്സ് ഫോൾട്ട് ഈ ഡൗൺ ത്രോൺ സൈഡ് എന്ന് പറയുന്നത് ഫുഡ് വാളിനെയും ആയിരിക്കും. അപ്പോൾ അപ് ത്രോൺ സൈഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മുകളിൽ കാണപ്പെടുന്ന ആ ഭാഗത്തിനാണ് അപ് ത്രോൺ സൈഡും താഴെ കാണപ്പെടുന്ന ഭാഗത്തിനാണ് ഡൗൺ ത്രോൺ സൈഡും എന്ന് പറയുന്നത്. പക്ഷേ ഹാങ്ങിങ് വാൾ എന്ന് പറയുന്നത് അത് അപ്പർ വാൾ ഓഫ് എ ഫോൾട്ടും ഫുഡ് വാൾ എന്ന് പറയുന്നത് ലോവർ വാൾ ഓഫ് എ ഫോൾട്ടുമാണ്. അത് ഓരോ ഫോൾട്ടിനും അനുസരിച്ച് അതിൻ്റെ പൊസിഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഫോൾട്ട് സ്ക്രാപ്പ്. Steep wall-like slope caused by faulting of the crystal rocks. ക്രിസ്റ്റൽ റോക്സിൻ്റെ ഫോൾട്ടിങ്ങിൻ്റെ ഫലമായിട്ട് കാണപ്പെടുന്ന സ്റ്റീപ്പ് വാൾ ലൈക്ക് സ്ലോപ്പ്, ഒരു സ്റ്റീപ്പ് വാള് കണക്ക് കാണപ്പെടുന്ന ആ സ്ലോപ്പിനെ വിളിക്കുന്ന പേരാണ് ഫോൾട്ട് സ്ക്രാപ്പ്. ഈ ഫിഗറിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ പോകുന്നത് ഫോൾട്ട് പ്ലെയിൻ, ഇത് പോകുന്നത് ഫോൾട്ട് പ്ലെയിൻ. ഒരു ഹാങ്ങിങ് വാളുണ്ട്, ഒരു ഫുഡ് വാളുണ്ട്. അപ്പോൾ അതിനിടയിൽ കാണപ്പെടുന്ന ഡിസ്പ്ലേസ് ചെയ്ത് കാണപ്പെടുന്ന ഇത്രയും ഭാഗത്തിനെയാണ് ഫോൾട്ട് സ്ക്രാപ്പ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് സ്ക്രാപ്സ് ആർ നോട്ട് ഓൾവേസ് ഫോം ഡ്യൂ ടു ഫോൾട്ടിംഗ് alone. These are also formed due to the erosion, but whenever it is formed due to faulting, they are called fault scrap.
ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സ്ക്രാപ്പ് എന്ന് പറഞ്ഞ ഫീച്ചർ ഫോൾട്ടിങ് കാരണം മാത്രം ഉണ്ടാകുന്ന ഫീച്ചറല്ല. ഇറോഷൻ സംഭവിച്ചും ഈ സ്ക്രാപ്പ് ഉണ്ടാവാറുണ്ട്. പക്ഷെ എപ്പോഴാണോ ഫോൾട്ടിങ് കൊണ്ട് സ്ക്രാപ്പ് ഉണ്ടാകുന്നത് അപ്പോൾ മാത്രമാണ് അതിനെ ഫോൾട്ട് സ്ക്രാപ്പ് എന്ന് വിളിക്കാറ്. ഇതൊരു ഫോൾട്ട് സ്ക്രാപ്പാണ് ഈ കാണുന്നത്. ഉണ്ടാവും ഇങ്ങനെ ഹാങ് ചെയ്ത് കാണപ്പെടുന്ന സ്റ്റീപ്പ് സ്ലോപ്പ് വാൾ ലൈക്ക് ഫീച്ചറിനെയാണ് ഫോൾട്ട് സ്ക്രാപ്പ് എന്ന് പറയാറ്. Types of fault. The different types of faulting of the crustal rocks are determined by a direction of motion along the fracture plane. Different types of fault നിർണ്ണയിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിൽ കൂടെയാണോ, ഏത് ഫ്രാക്ചർ പ്ലെയിനിൽ ഏത് ഡയറക്ഷനിൽ കൂടെയാണോ ഫോൾട്ടിങ് നടന്നത് അതനുസരിച്ചാണ് ടൈപ്പ് ഓഫ് ഫോൾട്ട്സ് നിർണ്ണയിക്കുന്നത്. And the displacement of rock blocks or the slip of the rock blocks occur approximately in two directions. പ്രധാനമായിട്ടും ഇങ്ങനെ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നത് രണ്ട് ഡയറക്ഷൻ വഴിയാണ്. ഫസ്റ്റ് ദ ഡിറക്ഷൻ ഓഫ് എ ഡിപ്പ്. ഒന്ന് ഡിപ്പിന്റെ ഡയറക്ഷൻ. നമ്മൾ ഡിപ്പ് ആംഗിൾ എന്താണെന്ന് കുറച്ചു മുമ്പേ പറഞ്ഞതേ ഉള്ളൂ. ഇറ്റ് ഈസ് ആൻ ആംഗിൾ ക്രിയേറ്റഡ് ബൈ എ ഹൊറിസോണ്ടൽ ബെഡ് ആൻഡ് ദി ഫോൾട്ട് പ്ലെയിൻ. ആൻഡ് ഡിറക്ഷൻ ഓഫ് സ്ട്രൈക്ക് ഓഫ് എ ഫോൾട്ട് പ്ലെയിൻ. ആൻഡ് സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡയറക്ഷൻ ഓഫ് ദ ലൈൻ ഫോം ബൈ ദ ഇന്റർസെക്ഷൻ ഓഫ് എ റോക്ക് സർഫേസ് വിത്ത് എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിനും തന്നിരിക്കുന്ന റോക്ക് ബെഡിന്റെ ചെരുവും കൊണ്ട് ഉണ്ടാവുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനെയാണ് സ്ട്രൈക്ക് എന്ന് പറയുന്നത്. ഈ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്ട്രൈക്ക് ആൻഡ് ഡിപ്പ് വിൽ ബി ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. രണ്ടും 90 ഡിഗ്രിയിൽ കട്ട് ചെയ്ത് പോകുന്ന രണ്ട് ഫീച്ചേഴ്സാണ് സ്ട്രൈക്കും ഡിപ്പും. ഇത്തരത്തിലുള്ള മൂവ്മെന്റിനെ വെച്ചിട്ട് രണ്ട് ടൈപ്പ് മൂവ്മെന്റ്സ് ആണ് ഐഡന്റിഫൈ ചെയ്തത്. ഫസ്റ്റ് വൺ ഈസ് ഡിപ്പ് സ്ലിപ്പ് മൂവ്മെന്റ്. അതുണ്ടാക്കുന്ന ഫോൾട്ടുകളെ ഡിപ്പ് സ്ലിപ്പ് ഫോൾട്ട് എന്നും, സെക്കൻഡ് ഈസ് സ്ട്രൈക്ക് സ്ലിപ്പ് മൂവ്മെന്റ്. അതുണ്ടാക്കുന്ന ഫോൾട്ടുകളെ സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ടും എന്നാണ് വിളിക്കാറ്. Here we can see this is a strike line and this is a dip, and the strike line will be always perpendicular to the dip. Let us move to the types of fault. There are major types of fault include normal fault, reverse fault, lateral or strike slip fault, stiff fault, and oblique fault. Normal fault. Normal fault is a type of dip slip fault. Normal faults are formed due to the displacement of both rock blocks in opposite direction. Here, the fault plane has a slope between 45 degree and the vertical. Vertical means 90 degree. The steep scrap resulting from normal fault is called fault scrap or fault line scrap. Normal fault. Normal fault എന്ന് പറയുന്നത് ഒരു ഡിപ്പ് സ്ലിപ്പ് ഫോൾട്ടിന് എക്സാമ്പിൾ ആണ്. നോർമൽ ഫോൾട്ട് ഉണ്ടാവുന്നത് രണ്ട് റോക്ക് ബ്ലോക്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുമ്പോഴാണ്. ഫോഴ്സ് ഓഫ് ടെൻഷന്റെ ഫലമായിട്ട് രണ്ട് റോക്ക് ബ്ലോക്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തന്നെ നീങ്ങുമ്പോഴാണ് നോർമൽ ഫോൾട്ട് ഉണ്ടാകുന്നത്. ഈ നോർമൽ ഫോൾട്ടിന്റെ ഫോൾട്ട് പ്ലെയിനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 45 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിലായിരിക്കും. നേരത്തെ പറഞ്ഞ ഒരു ഫീച്ചറാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. Steep slope resulting from a faulting is a fault scrap, or it can be also called fault line scrap. ഇതൊരു നോർമൽ ഫോൾട്ടിന്റെ ഒരു ഫിഗർ ആണ്. നോർമൽ ഫോൾട്ടിംഗ് സംഭവിച്ച രണ്ട് റോക്ക് ബ്ലോക്സ് ആണ് കാണാൻ സാധിക്കുന്നത്. Then reverse fault. A reverse fault is formed due to the movement of both the fractured rock blocks towards each other. റിവേഴ്സ് ഫോൾട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് റോക്ക് ബ്ലോക്സിനും ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് ഒരേ ഡയറക്ഷനിലാണ് അതിന്റെ മൂവ്മെന്റ് എങ്കിൽ അത്തരത്തിലുള്ള ഫോൾട്ടുകളെയാണ് റിവേഴ്സ് ഫോൾട്ട് എന്ന് പറയുന്നത്. റിവേഴ്സ് ഫോൾട്ട് ഈസ് ഓൾസോ എ കാറ്റഗറി ഓഫ് ഡിപ്പ് സ്ലിപ്പ് ഫോൾട്ട്. Here the fault plane has a slope between 40 degree and horizontal, that is 0 degree. ഇവിടെ ഫോൾട്ട് പ്ലെയിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 40 ഡിഗ്രിക്കും 0 ഡിഗ്രിക്കും ഇടയിലായിരിക്കും. The vertical stress is minimum while the horizontal stress is maximum.
in a reverse fault. ഒരു റിവേഴ്സ് ഫോൾട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ വെർട്ടിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നത് മിനിമവും, അതായത് വെർട്ടിക്കൽ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് മിനിമവും, while the horizontal movements എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ടെൻഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലുമായിരിക്കും. അതായത് ഫോഴ്സ് ഓഫ് കംപ്രഷൻ്റെ എഫക്റ്റ് കൂടുതലും ഫോഴ്സ് ഓഫ് ടെൻഷൻ്റെ എഫക്റ്റ് കമ്പാരിറ്റീവ്ലി കുറവുമായിരിക്കും ഒരു റിവേഴ്സ് വോൾട്ടിൽ. ഇനി റിവേഴ്സ് വോൾട്ടിന് മറ്റൊരു പേര് കൂടെയുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ത്രസ്റ്റ് ഫോൾട്ട്. Then reverse faults are also called compressional fault. Reverse faultനെ compressional fault എന്ന് വിളിക്കാറുണ്ട്. Then another term associated with the reverse fault is overthrust fault. When the compressive forces exceeds the strength of rocks, one block of the fault overrides the other block, and the resultant fault is called overthrust fault, wherein the fault plane becomes almost horizontal. റിവേഴ്സ് ഫോൾട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു ടേമാണ് ഓവർത്രസ്റ്റ് ഫോൾട്ട്. ഓവർത്രസ്റ്റ് ഫോൾട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒരു ഫോൾഡിൻ്റെ ഒരു ലിംബ് മറ്റൊന്നിനെ ഓവർ റൈഡ് ചെയ്യുമ്പോൾ നമ്മളതിനെ ഓവർത്രസ്റ്റ് ഫോൾഡ് എന്ന് വിളിച്ചു. സെയിം തന്നെയാണ് രണ്ട് റോക്ക് ബ്ലോക്സ് ഇവിടെ കാണാൻ സാധിക്കും. ആദ്യത്തെ ഫിഗറിൽ രണ്ട് റോക്ക് ബ്ലോക്സ് കാണാൻ സാധിക്കും. അതിൽ ഒരു റോക്ക് ലെയർ മറ്റേ റോക്ക് ബ്ലോക്കിനെ ഓവർ റൈഡ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ഫീച്ചറാണ് ഓവർത്രസ്റ്റ് ഫോൾട്ട്. ഇവിടെ ഓവർ റൈഡിങ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോഴത്തേക്കും ഏതാണ്ട് ഓവർ റൈഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ രണ്ട് റോക്ക് ബ്ലോക്സ് ഉണ്ട്. അതിൽ ഒരു റോക്ക് ബ്ലോക്ക് മറ്റൊരു റോക്ക് ബ്ലോക്കിനെ ഓവർ റൈഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് റിസൾട്ട് ചെയ്യുന്ന ഫോൾട്ടാണ് ഓവർത്രസ്റ്റ് ഫോൾട്ട് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഫോൾട്ട് പ്ലെയിൻ ഏതാണ്ട് ഹൊറിസോണ്ടൽ ആയിരിക്കും. ഈ ഒരു ഫോൾട്ട് പ്ലെയിൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിരിക്കും. Then strike slip or transverse fault. സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ട് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെയുണ്ട്, സ്ട്രൈക്ക് മൂവ്മെൻറ്റ്സിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന ഫോൾട്ടാണ് സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ട് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ഫോൾട്ട്. The strike slip fault occurs due to shearing. Shearing എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന ഫോൾട്ടാണ് സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ട് എന്ന്. എന്താണ് ഷിയറിംഗ് എന്ന് നോക്കാം. ദിസ് ഫോൾട്ട് occurs due to the stress between two massive rocks in the opposite direction and this is called shearing. അവിടെ നിങ്ങൾക്ക് നോർമൽ ഫോൾട്ടെന്നും റിവേഴ്സ് ഫോൾട്ടിലും കാണാൻ സാധിച്ചത് രണ്ട് റോക്ക് ബ്ലോക്സും അപ്വേർഡായിട്ടും ഡൗൺവേർഡുമായിട്ടാണ് മൂവ് ചെയ്തിട്ടുള്ളത്. ഇത് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ട് മാത്രം രണ്ട് റോക്ക് ബ്ലോക്സ് ഓപ്പോസിറ്റായിട്ട് തെന്നി നിൽക്കുന്ന ഫലമായിട്ടുണ്ടാകുന്ന ഫോൾട്ടിനെയാണ് സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ട് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് റോക്ക് ലെയേഴ്സ് ഉണ്ട്, റോക്ക് ബ്ലോക്സ് ഉണ്ട്. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതിൻ്റെ ഹൈറ്റിന് വ്യത്യാസമൊന്നുമില്ല. അത് അപ്വേർഡായിട്ടും ഡൗൺവേർഡായിട്ടും പോകുന്നില്ല. പകരം ആ ഒരു പൊസിഷനിൽ നിന്ന് തെന്നി നീങ്ങുന്നതിനെയാണ് സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ട് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ഫോൾട്ട് എന്ന് വിളിക്കുന്നത്. Then the strike slip fault is again divided into two. The right lateral strike slip fault or dextral fault and the left lateral strike slip fault or sinistral fault. First we can look upon the right lateral strike slip fault or dextral fault. When the displacement of rock blocks occurs to the right on the far side of the fault, it is called a right lateral strike slip fault. Or when one right block moves in the forward direction and left block moves in the backward direction, this is called a right lateral strike slip fault. സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ട് തന്നെ രണ്ടെണ്ണം ഉണ്ട്, രണ്ട് രീതിയിലുണ്ട് അതിൻ്റെ മൊമെൻറ്റിനെ ബേസ് ചെയ്ത്. ഒന്നാമത്തത് റൈറ്റ് ലാറ്ററൽ സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ടും രണ്ടാമത്തത് ലെഫ്റ്റ് ലാറ്ററൽ സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ടും. ഇതിൽ റൈറ്റ് ലാറ്ററൽ സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ടും ഇനി ഡെക്സ്റ്ററൽ ഫോൾട്ടും എന്ന് വിളിക്കാറുണ്ട്. ഇനി റൈറ്റ് ലാറ്ററൽ സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ട് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് റോക്ക് ബ്ലോക്സ് ഉണ്ട്. അതിൽ റൈറ്റ് ബ്ലോക്ക് ഫോർവേഡ് മോഷനിൽ ഫ്രണ്ടിലോട്ട് നീങ്ങി ലെഫ്റ്റ് ബ്ലോക്ക് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന ഫോൾട്ടാണ് റൈറ്റ് ലാറ്ററൽ സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ട്. Then the left lateral strike slip fault or sinistral fault.
The left lateral strike slip fault occurs when the displacement of rock blocks occurs to the left on the far side of the fault. When one left block moves in the forward direction and the right block in the backward direction, then this fault is known as left lateral strike slip fault or sinistral fault. Left lateral strike slip ഫോൾട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലെഫ്റ്റ് ബ്ലോക്ക് ഫോർവേഡ് ആയിട്ടും റൈറ്റ് ബ്ലോക്ക് ബാക്ക്വേർഡ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അത്ര ഒരു ഡിഫറൻസേ ഉള്ളൂ. സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ടിൽ റൈറ്റ് ഫോൾട്ടാണ് ഫോർവേഡായിട്ട് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ റൈറ്റ് ലാറ്ററൽ സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ട് എന്നും, ലെഫ്റ്റ് ബ്ലോക്കാണ് ഫോർവേഡായിട്ട് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ ലെഫ്റ്റ് ലാറ്ററൽ സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ട് എന്നും വിളിക്കുന്നു. ഇനി ഈ 4 ഫോൾട്ടും കൂടെ കമ്പയർ ചെയ്യുന്ന ഒരു ഫിഗറാണ്. നോർമൽ ഫോൾട്ടിൽ കാണാൻ സാധിക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, പക്ഷേ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആണ് നടക്കുന്നത്. റിവേഴ്സ് ഫോൾട്ടിലാണെങ്കിൽ സെയിം ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു, അവിടെ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെൻ്റ് ഉണ്ട്. റൈറ്റ് ലാറ്ററലാണെങ്കിൽ റൈറ്റ് ബ്ലോക്ക് ഫോർവേഡിലോട്ട് മൂവ് ചെയ്യുന്നു, പക്ഷെ അവിടെ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്സ് ആണ് കൂടുതൽ നടക്കുന്നത്. ദെൻ ലെഫ്റ്റ് ലാറ്ററലാണെങ്കിൽ ലെഫ്റ്റ് ബ്ലോക്ക് ഫോർവേഡായിട്ട് മൂവ് ചെയ്യുന്നു, അവിടെ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്സ് ആണ്. അത് സ്ട്രൈക്കിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നത്. ആദ്യത്തെ 2 ഡിപ്പ് മൂവ്മെൻറ്റ്സും ലാസ്റ്റ് പറഞ്ഞ 2 സ്ട്രൈക്ക് മൂവ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടായിട്ടുള്ള ഫോൾട്ട്സ് ആണ്. സ്റ്റെപ്പ് ഫോൾട്ട്. Step fault is a series of parallel faults that are inclined in the same direction and give rise to gigantic staircase-like feature. Hence, they are called step fault. And each step is a fault block, and its top may be horizontal or tilted. കുറേ സീരീസ് ഓഫ് പാരലൽ ആയിട്ടുള്ള ഫോൾട്ട്സിനെ, അതും ഒരേ ഡയറക്ഷനിൽ ഇൻക്ലൈൻ ചെയ്തിട്ടുള്ള ഫോൾട്ടിനെ വിളിക്കുന്ന ഫീച്ചറാണ് സ്റ്റെപ്പ് ഫോൾട്ട് എന്ന് പറയുന്നത്. കാണുമ്പോൾ ഒരു സ്റ്റെയർകേസിൻ്റെ ഒരു രൂപം തോന്നുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ സ്റ്റെപ്പിൻ്റെ രൂപം തോന്നുന്നത് കൊണ്ടാണ് അതിനെ സ്റ്റെപ്പ് ഫോൾട്ട് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ അത് ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കാം കാണപ്പെടുന്നത്, ചില സമയത്ത് അത് ടിൽറ്റഡ് ആയിട്ടായിരിക്കാം കാണപ്പെടുന്നത്. ഒബ്ലീക്ക് ഫോൾട്ട്. A fault that strikes oblique rather than parallel or perpendicular to the strike of the constituent rock is called oblique fault. ഏതെങ്കിലും ഒരു ഫോൾട്ട് അതിൻ്റെ സ്ട്രൈക്കിന് പാരലോ പെർപെൻഡിക്കുലറോ അല്ലാതെ ഒബ്ലീക്ക് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഫോൾട്ടുകളെയാണ് ഒബ്ലീക്ക് ഫോൾട്ട് എന്ന് വിളിക്കുന്നത്. ഇതിനെ ഡയഗണൽ ഫോൾട്ട് എന്നും വിളിക്കാറുണ്ട്. Another features associated with the faulting is drift valley and horst. First, the drift valley or graben. Drift valley or the graben are the major features of faulting activities. Drift valley represent a trough depression or basin between 2 crustal parts. Drift valleys are mainly formed due to the displacement of crustal parts and subsidence of middle portion between 2 normal faults. Drift valleys are also called graben, and it is a German term. Rhine Valley is the best example of a well-defined drift. ഡ്രിഫ്റ്റ് വാലി എന്ന് പറയുന്നത് ഫോൾട്ടിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അതിനെ ഗ്രാബൻ എന്നും വിളിക്കാറുണ്ട്. ഗ്രാബൻ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ ടേമാണ്. ഇനി ഡ്രിഫ്റ്റ് വാലി എന്ന് ജനറലായിട്ട് പറയുന്ന ആ ഫീച്ചറിൻ്റെ പ്രത്യേകത, അതൊരു ട്രഫ് ലൈക്ക് അല്ലെങ്കിൽ ഒരു ബേസിൻ ലൈക്ക് ഡിപ്രഷനാണ്. ഒരു ട്രഫ് ലൈക്ക് ബേസിൻ ലൈക്ക് ഡിപ്രഷനെയാണ് ഗ്രാബൻ അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് വാലി എന്ന് വിളിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ഫോം ചെയ്യുന്നത് ക്രസ്റ്റൽ റോക്സിന് എസ്പെഷ്യലി 2 നോർമൽ ഫോൾട്ടിന് ഇടയിലുള്ള ഏരിയയിലെ ഡിപ്രഷനെയാണ് ഗ്രാബൻ എന്ന് വിളിക്കുന്നത്. 2 നോർമൽ ഫോൾഡുകളിൻ്റെ ഇടയിലുള്ള കാണപ്പെടുന്ന സബ്സൈഡ് ചെയ്ത് പോയ മിഡിൽ പോർഷനെയാണ്, ഇവിടെ ഒരു നോർമൽ ഫോൾട്ട് ഉണ്ട്, ഇവിടെ ഒരു നോർമൽ ഫോൾട്ട് ഉണ്ട്, ഇതിന് രണ്ടിനും ഇടയിൽ കാണുന്ന ഡിസ്പ്ലേസ് ചെയ്ത് പോയ മിഡിൽ പോർഷനെയാണ് ഗ്രാബൻ എന്ന് വിളിക്കുന്നത്. ഡ്രിഫ്റ്റ് വാലിക്ക് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് റൈൻ വാലിയാണ്.
ഇനി ഡ്രിഫ്റ്റ് വാലി പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ഫോം ചെയ്യുന്നത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് when the middle portion of the crust between the two normal fault is dropped downward and the two blocks on the either side remain stable. ഒന്നേ ഈ രണ്ട് നോർമൽ ഫോൾട്ടും സ്റ്റേബിൾ ആയിട്ടിരിക്കുകയും മിഡിൽ പോർഷൻ താഴോട്ട് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഗ്രാബൻ ഉണ്ടാകും. സെക്കൻഡ്ലി the middle portion remains stable while the two sides or the two blocks on the either side are raised upward. മിഡിൽ പോർഷൻ സ്റ്റേബിൾ ആയിട്ടിരിക്കുകയും ഈ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന നോർമൽ ഫോൾട്ട് മുകളിലോട്ട് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടും ഗ്രാബൻ ഉണ്ടാകും. അപ്പോൾ രണ്ട് രീതിയിലാണ് ഗ്രാബൻ ഉണ്ടാകുന്നത്. ഒന്ന്, ഇത് രണ്ടും സ്റ്റേബിൾ ആയിട്ടിരിക്കും, ഗ്രാബൻ ആ മിഡിൽ പോർഷൻ താഴോട്ട് മൂവ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ മിഡിൽ പോർഷൻ സ്റ്റേബിൾ ആയിട്ടിരിക്കും, ഐദർ സൈഡ് അപ്വേർഡായിട്ട് മൂവ് ചെയ്യും. ഇതൊരു ഫോഴ്സസ് ഓഫ് ടെൻഷൻ, നമ്മുടെ ഗ്രാബൻ്റെ എക്സാമ്പിളാണ്. ഇതൊക്കെ ഈ ഭാഗം, ഈ ഡിപ്രസ്ഡ് ആയിട്ട് കാണുന്ന ആ ഭാഗം ഗ്രാബനാണ്. ദെൻ ഹോസ്റ്റ് ഓഫ് ബ്ലോക്ക് മൗണ്ടൻസ്, നമ്മൾ കുറച്ചു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ബ്ലോക്ക് മൗണ്ടനെ തന്നെയാണ് ഹോസ്റ്റ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ മിഡിൽ പോർഷനെയാണ് നമ്മൾ ഗ്രാബൻ എന്ന് വിളിച്ചെങ്കിൽ ആ റേസ്ഡ് പോർഷനെ വിളിക്കുന്ന പേരാണ് ഹോസ്റ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് മൗണ്ടൻ. ഈ റേസ്ഡ് പോർഷനെ വിളിക്കുന്ന പേരാണ് ഹോസ്റ്റ്. ഈ ഹോസ്റ്റ് എന്താണെന്ന് നോക്കാം. A host is a fault block generally along it and has been raised relative to the blocks on the either side without major tilting or folding. A host is raised fault block bounded by normal fault. The word host is German as well as a Dutch word meaning heap. ഹോസ്റ്റ് ഓർ ബ്ലോക്ക് മൗണ്ടൻസ് എന്ന് പറയുന്നത് റേസ്ഡ് ആയിട്ടുള്ള രണ്ട് റോക്ക് ബ്ലോക്സ് ഉണ്ട്. അതിൽ മിഡിൽ പോർഷൻ സബ്സൈഡ് ചെയ്ത് പോകുന്ന ആ ഒരു കാണുന്നതിനെ ഗ്രാബൻ എന്ന് വിളിക്കുന്നു. ഇനി റൈസ്ഡ് ആയിട്ടുള്ള റിലേറ്റീവ് ബ്ലോക്സിനെ നമ്മൾ വിളിക്കുന്നതാണ് ഹോസ്റ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് മൗണ്ടൻസ് എന്നും. ഇത് നോർമൽ ഫോൾട്ടിങ് നടക്കുന്ന ഭാഗത്ത് കാണുന്ന ഫീച്ചറാണ് ഹോസ്റ്റും അതുപോലെ തന്നെ ഗ്രാബനും. ഹോസ്റ്റ് എന്നതിനെ വിളിക്കാൻ കാണാം, അതൊരു ജർമ്മൻ ആൻഡ് ഡച്ച് വേർഡാണ്. അതിന് മീനിങ് എന്ന് പറയുന്നത് ഹീപ്പാണ്. ദെൻ ഒരു ആനിമേഷൻ ഫിഗറാണ് ഗ്രാബനും ഹോസ്റ്റും. ദെൻ ഫീൽഡിൽ കാണപ്പെടുന്ന ഇതൊരു ഗ്രാബനാണ്, ഈ ഉയർന്നു നിൽക്കുന്നത് ഹോസ്റ്റാണ്. ഇതൊക്കെ ബ്ലോക്ക് മൗണ്ടൻസ് ആണ്. അപ്പോൾ ഇത്രയുമാണ് ഫോൾട്ടിങ്.